നമ്മൾ ഇന്ന് ലോസ് ഓഫ് മോഷൻ ആണ് പറയുന്നത്. തമിഴിൽ കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവാം. അപ്പൊ മൊട്ടിപ്പാണ്ട എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എത്രയേ ഉള്ളൂ, ഇപ്പൊ 31 വ്യൂസ് മാത്രമേ കിട്ടുന്നുള്ളൂ. എന്നാലും നമ്മൾ പരമാവധി പറ്റുന്നത്ര രീതിയിൽ വീഡിയോസ് ചെയ്യാം. ഫിസിക്സിന്റെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ശ്രമിക്കാം. കാരണം വെച്ചാൽ അത്രയേ ഉള്ളൂ സെപ്റ്റംബറിലുള്ള എക്സാമിന്. അപ്പൊ ഫോക്കസ് ചെയ്ത് മാത്രം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് ഉണ്ടാവുക. പിന്നെ അതിൽ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഞാൻ ഇടയ്ക്കൊന്ന് കയറ്റും. അപ്പൊ അത് നിങ്ങൾക്ക് അടുത്ത എക്സാമിന് വരുമ്പോൾ, അതായത് +1 കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വരും, നിങ്ങൾ ഓൾറെഡി +2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ഇയർ എഞ്ചിനീയറിംഗ് കീം എക്സാം, നമ്മുടെ JEE എക്സാം, അങ്ങനത്തെ കുറെ എക്സാംസ് വരാനുണ്ട്. അപ്പൊ ആ എക്സാംസിലൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇടുന്നു മാത്രം. അപ്പൊ നമ്മൾ ലോസ് ഓഫ് മോഷനിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് ഉള്ള ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമ്മൾ ഓൾറെഡി 9th പഠിച്ചതാണ്. സ്റ്റേറ്റ് സ്റ്റുഡൻസ് 9th പഠിച്ചിട്ടുള്ളതാണ്. ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് അപ്ലൈഡ്. എന്താണ് അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സിന് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ ഈക്വൽ ആണ്. ഓക്കെ, സോ F is equal to എന്താണ്, F is directly proportional ആണെങ്കിൽ K dP by dt. അതായത് റേറ്റ് ഓഫ് ചേഞ്ച്. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച്? അതായത് ടൈം മാറുന്നതിനനുസരിച്ച് മൊമെന്റത്തിൽ വരുന്നത്, അതായത് P ആണ് മൊമെന്റം, ദാറ്റ് ഈസ് ഈക്വൽ ടു mv. dP എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം, അതായത് m2v2 മൈനസ് m1v1 അല്ലെ, m1v1 അല്ലെ, അതായത് ലാസ്റ്റ് ഉണ്ടായ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം, അതാണ് dP അല്ലെങ്കിൽ ഡെൽറ്റ പി ഇടാം. ഓക്കെ, ഇനി എന്താണ് ഡെൽറ്റ ടി? T2 മൈനസ് T1, അതായത് ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം, അതാണ് ഡെൽറ്റ ടി. അപ്പൊ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് വെച്ചാൽ എന്താ? ഇതാണോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം? അല്ല, ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം തന്നെയാണ്. അതായത് റേറ്റ് പറഞ്ഞാൽ ഡെൽറ്റ ടി, ചേഞ്ച് ഓഫ് മൊമെന്റം കറക്റ്റ് ആണ്, ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ബട്ട് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയ ഡെൽറ്റ ടി ആണ് എടുക്കുക. അതായത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഞാൻ കുറച്ച് വലുതാക്കി എഴുതാം, എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണത്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണെങ്കിൽ നമ്മൾ എഴുതുക dP by dt എന്ന് എഴുതുക. ഇതാണെന്ത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം dP by dt. അതായത് നമ്മൾ നോക്കാം, ഇതാണ് ഈ ഡെൽറ്റ ടിന്റെ വാല്യൂ 0 വരെ അടുക്കുമ്പോൾ, അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ടൈം ഡിഫറൻസിൽ ഉണ്ടാകുന്ന മൊമെന്റത്തിലെ ചേഞ്ച് ആണ് dP by dt എന്നിട്ട് എഴുതും. അതാണെന്ത്? F ന് ഈക്വൽ ആയിട്ടുള്ളത്. F is equal to K dP by dt എന്ന് എഴുതാം. അത് വേണമെന്നില്ല. K എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. K നമ്മുടെ SI യൂണിറ്റ് വെച്ചിട്ട് K ഈക്വൽ ടു 1 ആണ്. 1 ആകുന്നതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാം. 1 into dP by dt എന്താണ്? 1 തന്നെയാണ്. അപ്പൊ 1 ആയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമുക്ക് നോക്കാം, എന്താണ് F is equal to dP by dt. അതാണ് നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, അതായത് ന്യൂട്ടൺ സെക്കൻഡ് ലോ. F is equal to dP by dt ആണ്. ഈ P ഒന്ന് ഡിഫൈൻ ചെയ്യാം, ദാറ്റ് ഈസ് d by dt of mv. ഇതിനാണ് കൺഫ്യൂഷൻ വരിക. ഇതിൽ നമ്മളുടെ എമ്മും വിയും എന്താണ് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണോ? മാസ് മാറിക്കൊണ്ടിരിക്കുവോ? മാസ് എല്ലാത്തിനും കോൺസ്റ്റന്റ് ആയിരിക്കും ആണോ? അല്ല, മാസ് എല്ലാത്തിനും കോൺസ്റ്റന്റ് ആവുന്നില്ല. ജസ്റ്റ് ഒരു കണ്ടീഷൻ പറയാം. ഒരു ബലൂണിൽ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം നിറച്ചു, വാട്ടർ ബലൂണാണ്. ആ ബലൂണിൽ വെള്ളം നിറച്ചു, അതിലൊരു ഓട്ട ഇട്ടു. ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി, കറക്റ്റ് വെലോസിറ്റിയിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോ ഇതിനുണ്ടാകുന്ന മാസ് കോൺസ്റ്റന്റ് ആണോ? അല്ല. അപ്പൊ ഇതിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന പ്രഷർ, അതായത് ഇതിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന പ്രഷർ, അതായത് എയർ ഇതിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന പ്രഷർ കൊണ്ടാണ് ഇവിടുന്ന് വാട്ടർ പുറത്തേക്ക് പോകുന്നത്, ആ ഓട്ടയിലേക്ക് കൂടെ. അല്ലെങ്കിൽ പുറത്തേക്ക് പോകില്ലല്ലോ. അപ്പൊ ഉള്ളിൽ പുറത്തുനിന്ന് പ്രഷർ കൊടുക്കുന്നു. ആ ഉള്ളിലുള്ള പ്രഷർ കൂടിയിട്ടുള്ള വാട്ടർ പുറത്തേക്ക് എടുക്കും. പ്രഷർ കൂടിയിട്ടുള്ള വാട്ടർ പുറത്തേക്ക് എടുക്കും. അപ്പൊ പ്രഷർ കുറഞ്ഞെടുക്കുന്നതല്ല, കൂടിയെടുക്കുന്നതാണല്ലോ കുറഞ്ഞെടുത്തേക്ക് വരിക. ഓക്കെ, അപ്പം ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു.
നോക്ക്. ഇതായത് അറ്റ്മോസ്ഫിയർ ഇതിന്റെ മുകളിൽ ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് ചുരുങ്ങി ഇതിന്റെ ഉള്ളിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാട്ടറിന്റെ വെലോസിറ്റി എന്താണ്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ 10 m/s വെലോസിറ്റിയിലാണ് ആ വാട്ടർ അതിന് പുറത്തേക്ക് പോകുന്നത്. എല്ലാ സമയവും v 10 m/s എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലെ മാസ് ആണ് എന്ത് ചെയ്യുന്നത്? വേരി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ പുറത്തുനിന്ന് എക്സൈറ്റ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് നമ്മൾ എങ്ങനെ എടുക്കണം? ഫോഴ്സ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് m ഇൻറ്റു v. കാരണം വെച്ചാൽ എന്താണ്? ഇവിടെ v ആണ് കോൺസ്റ്റന്റ്. നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അതായത് F is equal to v into dm/dt എന്ന് എഴുതാം. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് ഇൻറ്റു കോൺസ്റ്റന്റ് വെലോസിറ്റി. ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് പറയുന്നത് 1 kg/s ആണെന്ന് എഴുതി. 1 kg/s ആണ് ഇതിന്റെ മാസ് എന്ത് ചെയ്യുന്നത്? കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ വെലോസിറ്റി എന്താണ്? 10 into 1 kg/s. 10 ന്യൂട്ടൺ ആണ് ഇവിടെ എക്സേർട്ട് ചെയ്യപ്പെടുന്ന പ്രഷർ അല്ല ഫോഴ്സ്. അപ്പൊ നോക്കുക, നമ്മുടെ F is equal to d/dt of mv എന്നുള്ളതിൽ m എപ്പോഴും കോൺസ്റ്റന്റ് ആവുന്നില്ല. ഈ ഒരു കണ്ടീഷനിൽ എന്താണ്? m വേരിയബിൾ ആണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ എഞ്ചിനീയറിംഗിൽ വരുന്ന സാധനങ്ങൾ, എഞ്ചിനീയർ എക്സാമിൽ വരുന്ന സാധനങ്ങളാണ്. നമ്മുടെ സ്റ്റേറ്റ് ബോർഡിൽ നിങ്ങൾ വന്നിട്ട് കണ്ടിട്ടില്ല, വന്നാൽ എഴുതാം. അപ്പൊ dm/dt ഇൻറ്റു v എന്നും വരാം. മറ്റേ നമ്മൾ എപ്പോൾ എഴുതുന്ന ഓപ്ഷൻ എന്താ? m ഇൻറ്റു dv/dt. എന്താണ് dv/dt? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആക്സലറേഷൻ. F is equal to m എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എപ്പോൾ അറിയാം. എന്നാൽ ഈ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുകയും മാസ് വേരിയബിൾ ആവുകയും ചെയ്യുമ്പോൾ മാസ് വേരിയബിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുക, വെലോസിറ്റി എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇതൊക്കെ തന്ന സാധനമായിരിക്കും. അപ്പോൾ v ഇൻറ്റു dm/dt ചെയ്യുക. 10 into 1 that's equal to 10. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നതോ. ഈ ഒരു കണ്ടീഷൻ കൂടി ഒന്ന് മനസ്സിലുണ്ടാണ്. ഇപ്പോഴും ഈ മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നൊരു കൺസെപ്റ്റ് മാറ്റി വെക്കുക. മാസും വാരി ചെയ്യാം, വെലോസിറ്റിയും വാരി ചെയ്യാം. m ഇൻറ്റു dv/dt എന്നുള്ളതാണ് നമ്മൾ പണ്ടേ പറയുന്നത്. അതായത് F is equal to m എന്ന് പറയുന്ന ഇക്വേഷൻ. അതാണ് സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ സെക്കൻഡ് ലോ ഓഫ് മോഷനിലെ ഈ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആയാലും തേർഡ് ലോ ആയാലും ന്യൂട്ടൺ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഏത് ലോ ആയാലും അതിന് കുറെ അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഇൻസ്ട്രുമെന്റേഷൻസ് കുറെ ഉണ്ട്. അപ്പോ ഇൻസ്ട്രുമെന്റേഷൻസ് പറയുമ്പോൾ നമ്മൾ പണ്ടേ പറയുന്ന ഒരു സാധനമാണ് പുള്ളി സിസ്റ്റം, അതേപോലെ കണക്റ്റഡ് മാസസ്. ആ കാര്യങ്ങളുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഫോക്കസ് ഏരിയ വെച്ച് പറയുമ്പോൾ അത് ഉൾപ്പെടുന്നില്ല. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ കണക്റ്റഡ് മാസ്, കുറെ മാസസ് കണക്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിന്റെ ജസ്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഒരു കയറുണ്ട്, അതായത് ഒരു വലിയ കയറുണ്ട്. ആ വലിയ കയറ് കുറെ കഷ്ണം, 3 കഷ്ണമായിട്ട് മുറിച്ചു. വലിയൊരു കയറ്, ഇത്തിരി ലെങ്ത്തുള്ള കയറ്. കയറിന ഇങ്ങനൊരു കഷ്ണമാക്കി, ഇങ്ങനൊരു കഷ്ണമാക്കി, ഇങ്ങനൊരു കഷ്ണമാക്കി. ഇവിടെ എന്ത് ചെയ്തു? ഒരു 10 കിലോഗ്രാം മാസ്, ഈ 10 മാത്രമേ ഉള്ളൂ, 10 കിലോഗ്രാം മാസ് കണക്ട് ചെയ്തു. ഇവിടെ ഒരു 5 കിലോഗ്രാം മാസ് കണക്ട് ചെയ്തു. ഇവിടെ ഒരു 20 കിലോഗ്രാം മാസ് കണക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഇതെല്ലാം ഒരു സർഫസിൽ വെച്ചിട്ടുണ്ട്. ആ സർഫസ് ഞാൻ വരക്കുന്നില്ല, ഒരു സർഫസിലാണ്. അതായത് സർഫസിന് ഫ്രിക്ഷൻ ഒന്നുമില്ല, സ്മൂത്ത് സർഫസ് ആണ്. അപ്പൊ ഫ്രിക്ഷൻ നമ്മൾ അടുത്തൊരു കേസ് പറയും. അപ്പൊ ഇങ്ങോട്ടേക്ക് ഒരു F ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ വലിക്കുന്നു. അതായത് ഇങ്ങനെ വെച്ച കയർ, അതായത് ഈ കയറിന്റെ ഓരോന്ന് കണക്ട് ചെയ്തിട്ട് കയർ നമ്മൾ ഇങ്ങോട്ട് വലിക്കുന്നു. വലിക്കുമ്പോ ഈ ഓരോ കഷ്ണത്തിനും ഉണ്ടായിരിക്കുന്ന ടെൻഷൻ എന്നാണ് പറയുന്നത്, അല്ല സോറി, ടെൻഷൻ എന്നാണ് പറയുന്നത്. ഒരു റിജിഡ് ബോഡി അല്ലെങ്കിൽ നമ്മളെ ഒരു തട്ടിന്റെ മുകളിൽ ഒരു കയർ തൂക്കിയിട്ടുണ്ട്. ആ കയറിന്റെ അകത്ത് നമ്മളൊരു ബോൾ തൂക്കിയിട്ടുണ്ട്, നല്ല വെയിറ്റിൽ ഒരു ബോൾ. അപ്പൊ ഈ ബോൾ തൂക്കിയിടുമ്പോ ബോൾ എന്ത് ചെയ്യുന്നുണ്ട്? താഴേക്ക് ഒരു വെയിറ്റ് ഉണ്ട്, ബോൾ താഴേക്ക് ഒരു വെയിറ്റ് ഉണ്ട്. ഈ 5 വെയിറ്റ് ഉണ്ട് ആ ബോൾ. ബോൾ താഴേക്ക് പോകുന്നുണ്ടോ? mg വെയിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ഫോഴ്സ് ആണ്. mg എന്ന് പറയുന്നത് ന്യൂട്ടൺ ഫോഴ്സ് ആണ്. അത്രയും ന്യൂട്ടൺ ഫോഴ്സ്, അതായത് ഇപ്പം 10 കിലോഗ്രാം ഉള്ള ബോഡിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ 10 ഇൻറ്റു g 10 ആയിട്ട് എടുക്കാം. 10 ഇൻറ്റു 10, ആ താഴേക്ക് 100 ന്യൂട്ടൺ ഫോഴ്സ് ആണ് താഴേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, താഴേക്ക് ഒരു ബോഡി, ഒരു 10 കിലോഗ്രാം മാസുള്ള ഒരു ബോഡി നമ്മളൊരു സ്ഥലത്ത് തൂക്കിയിടുമ്പോ 100 ന്യൂട്ടൺ ഫോഴ്സിലാണ് ഭൂമി അതിന് താഴേക്ക് വലിക്കുന്നത്. അപ്പൊ ഈ 100 ന്യൂട്ടൺ ഫോഴ്സിന് താഴേക്ക് വലിക്കുന്ന ഒരു സാധനത്തിനാണ് താഴേക്ക് വീഴാണ്ടിരിക്കണമെങ്കിൽ മുകളിലേക്ക് എത്ര ന്യൂട്ടൺ വലിക്കണം? 100 ന്യൂട്ടൺ തന്നെ വലിക്കണ്ടേ? കൺകറന്റ് ഫോഴ്സസ് ഇക്വിലിബ്രിയം അതും പറഞ്ഞാൽ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം. നമ്മളിപ്പോ നോക്കും, ഞാനിപ്പോ ഈ സാധനയുടെ കൈമ പിടിച്ചിട്ടുണ്ട്, ഈ ഒരു ഡസ്റ്റർ.
ഈ ഡസ്റ്റർ അതിപ്പോൾ ടൈം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡസ്റ്ററിന്റെ ഒരു 200 ഗ്രാം ആണ് ഈ ഡസ്റ്ററിന്റെ വെയിറ്റ് എന്നിരിക്കും. 200 ഗ്രാമുള്ള ഈ ഡസ്റ്ററിനെ താഴേക്ക് എത്ര ന്യൂട്ടണിലാണ് വലിക്കുക? 200 ഗ്രാം എന്ന് പറയുമ്പോൾ 0.2 കിലോഗ്രാം. 0.2 കിലോഗ്രാം. 200 ഗ്രാം ഈസ് ഈക്വൽ ടു 0.2 കിലോഗ്രാം. അപ്പൊ ഈ 0.2 കിലോഗ്രാമിന് താഴേക്ക്, അതായത് 10 ന്യൂട്ടൺ ആണ് എടുക്കുന്നതായിരിക്കും. ഏത് നമ്മളുടെ 10 ന്യൂട്ടൺ ആണ് ഈ ജി എടുക്കുന്നത്. അപ്പൊ താഴേക്ക് എടുക്കുന്ന എത്ര ഫോഴ്സ് എന്ന് അറിയാൻ വേണ്ടി 0.2 × 10 that is equal to 2 ന്യൂട്ടൺ ഫോഴ്സിലാണ് ഈ സാധനം താഴേക്ക് എടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ സാധനത്തിന് സ്റ്റേബിൾ ആയിട്ട്, അതായത് ഒരു അനക്കൂല്ലാതെ ഞാൻ നിർത്തിക്കണമെങ്കിൽ ഞാൻ ഇതിന്റെ മുകളിലേക്ക് എത്ര ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കണം? 2 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കണം. 2 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്താൽ മാത്രമല്ല ഇത് താഴേക്ക് പോകാണ്ട് നിൽക്കുന്നുള്ളൂ. മനസ്സിലായോ? താഴേക്ക് എത്രയാണോ ഫോഴ്സ് കൊടുക്കുന്നത് അത്രയും ഫോഴ്സ് ഞാൻ കൊടുത്താൽ മാത്രമേ മുകളിലേക്ക്, അത്രയും ഫോഴ്സ് ഞാൻ മുകളിലേക്ക് കൊടുത്താൽ മാത്രമേ അത് താഴേക്ക് പോകാണ്ട് നിൽക്കുള്ളൂ. അതേപോലെ തന്നെയാണ് ഇത്. ഇവിടെ ഇപ്പം 100 ന്യൂട്ടൺ താഴേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ മുകളിലേക്ക് എന്ത് ചെയ്യണം? ഈ കയറിലേക്കുള്ള ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ് മുകളിൽ ഈ കയറ് ഈ സാധനത്തിന് മുകളിലേക്ക് വലിക്കണം. എന്നാലും മാത്രമേ ഇതാണ് നിൽക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ സ്ട്രെച്ചിങ്ങിന്റെ സമയത്തും ഇങ്ങനെ ഒരു സാധനം വെയിറ്റ് തൂക്കിയിടുന്ന സമയത്ത് അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഇതിപ്പോ നേരെ ആയിട്ട്, ഇതിപ്പോ നേരെയുള്ള കണ്ടീഷനുകൾ, അങ്ങനെയൊക്കെ ഒരു ഫോഴ്സ് ഒരു ബോഡിന്റെ അല്ല ഇപ്പൊ നോക്ക്. അപ്പൊ അതാണ് ടെൻഷന്റെ കാര്യം. ജസ്റ്റ് ഒന്ന് നോക്കാം, ടെൻഷനെ കുറിച്ച് പറഞ്ഞത്. ഇതിപ്പോ ഒരു ബോഡി, ഇതിൽ കയറുണ്ട്, ഇതൊക്കെ ഇതിനടുത്ത് വെച്ചിട്ടില്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ വെച്ചുകൊണ്ട് പോകണം. ഞാനിപ്പോ ഇത് വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഞാനൊരു F ന്യൂട്ടണിലാണ് വലിക്കുന്നത്. അപ്പൊ F ന്യൂട്ടൺ ഫോഴ്സിൽ ഞാൻ വലിക്കുന്നു. F എന്ന സംശയിക്കരുത്, അതായത് 10 ന്യൂട്ടൺ ഫോഴ്സിൽ ഞാൻ വലിക്കുന്നു. അപ്പൊ ഇതിന്റെ ഈ ഒരു അറ്റത്തും എന്ത് അനുഭവപ്പെടുന്നുണ്ട്? 10 ന്യൂട്ടൺ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അതായത് നമ്മൾ ഒരു ത്രെഡിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും എക്സ്റ്റെന്റ് എൻഡിൽ വരെ ആ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു ഫോഴ്സ് ഞാൻ ടെൻഷൻ, അതായത് ത്രെഡ് ത്രൂ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ടെൻഷൻ എന്ന് പറയാം. ഓക്കെ, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും കൂടി പറയുന്നത് എനിക്ക് പ്രത്യേകം മനസ്സിലാവും. നമുക്ക് ഓൾറെഡി പഠിച്ചതായിരിക്കും, എന്നാലും കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട കേട്ടോ. ടെൻഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യമാണെങ്കിൽ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞൊന്നും മനസ്സിലാക്കാൻ നിൽക്കണ്ട. ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കും. അപ്പൊ 20-5-10 ന്യൂട്ടൺ, 20-5-10 കിലോഗ്രാം മാസുള്ള ബോഡി ഞാനൊരു F ന്യൂട്ടൺ ഫോഴ്സിലുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു 100 ന്യൂട്ടൺ ഫോഴ്സിലാണ് ഇങ്ങോട്ട് വലിക്കൊണ്ടിരിക്കും. 100 ന്യൂട്ടൺ ഫോഴ്സിൽ വെച്ചാൽ വരിക 100 ന്യൂട്ടൺ ഫോഴ്സിലാണ് വലിക്കുന്നതായിരിക്കും. അപ്പൊ 100 ന്യൂട്ടൺ ഫോഴ്സ് 100 ന്യൂട്ടൺ ആണ്. 140 ന്യൂട്ടൺ 140 ന്യൂട്ടൺ ഫോഴ്സിലാണ് വലിക്കുന്നത്. 140 ന്യൂട്ടൺ ഫോഴ്സ്. അപ്പം ഈ മൊത്തം ബോഡിയും ഇത് കണക്ട് ചെയ്തിട്ട് സ്ട്രിങ്ങിനും മാസിലാണ് ഏരിയ. അപ്പൊ ഈ മൊത്തം സിസ്റ്റം മനസ്സിലായി. അപ്പൊ ഇത് ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്ര? 140 ന്യൂട്ടൺ. അപ്പൊ ഇതും വലിക്കുന്ന ഫോഴ്സ് എത്ര? 140 ന്യൂട്ടൺ അല്ലെ? 140 ന്യൂട്ടൺ അല്ലെ? അപ്പൊ ഈ 140 ന്യൂട്ടൺ ഏതിനെയൊക്കെയാ വലിക്കുന്നത്? ഈ മൊത്തം അടങ്ങിയ സെറ്റിനെയാണ് 140 ന്യൂട്ടൺ വലിക്കുന്നത്. 140 ന്യൂട്ടൺ വലിക്കുന്നത് എത്രയാണ്? ഈ മൊത്തം അടങ്ങിയ സെറ്റാണ്. അപ്പൊ ഈ മൊത്തം അടങ്ങിയ സെറ്റ് എത്ര മാസം ഉണ്ട് നോക്ക്? ദാറ്റ് ഈസ് M1 plus M2 plus M3 that is equal to 20 plus 5 plus 10 that is equal to 35 കിലോഗ്രാം ആണ് ഈ മൊത്തം സിസ്റ്റത്തിന്റെ മാസം. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ മൊത്തം സിസ്റ്റത്തിനുള്ള അതാ ഒരു പോയിന്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ഇവിടെ എല്ലാത്തിന്റെയും ആക്സലറേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ എല്ലാ ബോഡിന്റെയും ആക്സലറേഷൻ സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് വലിയുമ്പോൾ തന്നെ എല്ലാം വലിയല്ലോ. ഇതിനിടയിലുള്ള ടെൻഷൻ T1 ആയും ഇത് T2 ആയും ഇത് T3 ആയും എടുക്കും. ഇതിൽ ടെൻഷൻ എന്തായിരിക്കും? വേരിയബിൾ ആയിരിക്കും. ഇതിലുണ്ടാകുന്ന ആക്സലറേഷൻ എന്തായിരിക്കും? ടെൻഷൻ എന്താണ്? പ്യുവർലി ഫോഴ്സ് തന്നെയാണ്. ആക്സലറേഷൻ എന്തായിരിക്കും? ഇവിടെ എല്ലാ ബോഡിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ആക്സലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് മൊത്തം മാസം 35 കിലോഗ്രാം കിട്ടി. അതായത് ഈ ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന, ഈ ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന ആക്സലറേഷനും ഈ ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന ആക്സലറേഷനും ഈ സെറ്റിൽ എവിടെ ഉണ്ടാകുന്ന ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ മൊത്തം 35 കിലോഗ്രാം കിട്ടി. അപ്പൊ A is equal to F/m അല്ലെ? C is equal to ma. അപ്പൊ A is equal to F/m. F എത്ര? 140 divided by 35 that is equal to 4 meter per second square. 4 meter per second square ആണ് ആക്സലറേഷൻ. ആക്സലറേഷൻ is equal to
4 meter per second square. അതായത് നമ്മൾ എഴുതി വെക്കാം, ഇത് മറ്റേ നമ്മുടെ എന്താ ടെൻഷൻ പറയുമ്പോൾ ഒരു കണ്ടീഷൻ ആയിരുന്നു. അപ്പൊ 4 meter per second square ആണെന്ന് acceleration is equal to 4 meter per second square. അതുവരെ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, T1 നോക്കാം. ഈ T1 എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് ആണ്. F ഡാഷ് എന്ന് വിളിക്കും. F ഡാഷിനെയാണ് T1. അതായത് ഇങ്ങോട്ടേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ്, ഇങ്ങോട്ടേക്ക് ത്രെഡിലൂടെ അനുഭവപ്പെടുന്ന ഫോഴ്സ്. അപ്പൊ ഇങ്ങോട്ടേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്ര? ഈ 10 കിലോഗ്രാമിനെയാണ് വലിക്കേണ്ടത്. 10 കിലോഗ്രാമിനെ വലിക്കുമ്പോൾ ഈ 10 കിലോഗ്രാമിന് ഉണ്ടാകുന്ന ആക്സലറേഷൻ എത്രയാ? 4 meter per second square. അപ്പൊ ഇവിടെ അനുഭവപ്പെടുന്ന ടെൻഷൻ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഇതുവരെ മനസ്സിലായോ? അതായത് ഈ ഒരു ത്രെഡ് വലിക്കേണ്ടത് ഈ ഒരു 10 കിലോഗ്രാമിന് മാത്രമാണ്. ഈ ഒരു ത്രെഡിന് ഈ 5-നെയോ 20-നെയോ വലിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, 10 കിലോഗ്രാമിന് മാത്രമാണ്. അപ്പൊ T1 is equal to M3. ഇത് M3 ആണ്. M3, M3, M2, M1. അപ്പൊ M3 into A. അല്ലെങ്കിൽ ആക്സലറേഷൻ കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ M3 എത്ര? 10 into A എത്ര? 4. That is equal to 40 ന്യൂട്ടൺ ആണ് T1. അതായത് ഇവിടെ ഉണ്ടാകുന്ന T1 എന്ന് പറയുന്നത് എത്രയാണ്? T1 is equal to 40 ന്യൂട്ടൺ ആണ്. T1 is equal to 40 ന്യൂട്ടൺ ആണ്. ഇങ്ങനെ T2 ലേക്ക് നോക്ക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, T2 നോക്ക്. T2നെ വലിക്കേണ്ടത്, T2 ഇങ്ങോട്ടേക്കാണ്. T2നെ വലിക്കേണ്ടത് ഈ 5-നെയും വലിക്കണം, 10-നെയും വലിക്കണം. T2നെ എന്തിനെ വലിക്കണം? 5-നെയും വലിക്കണം, 10-നെയും വലിക്കണം. മനസ്സിലായോ? 5-നെയും 10-നെയും T2നെ വലിക്കണം. അപ്പൊ T2 is equal to M2 plus M3 into A ആണ്. ഓക്കെ, മൊത്തം മാസിനെയാണ് A ആക്സലറേഷനിൽ വലിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 plus 10 15. 15 into 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ന്യൂട്ടൺ. 60 ന്യൂട്ടൺ ആണ് T2. അതായത് T2 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ന്യൂട്ടൺ. T3 നമുക്ക് പറയണ്ട. T3 നമുക്ക് അറിയാം 140 ന്യൂട്ടൺ തന്നെയാണ്. T3 ദാറ്റ് ഈസ് ഈക്വൽ ടു 140 ന്യൂട്ടൺ ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടെൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളൊരു കണ്ടീഷൻ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഇതിന് എത്രത്തോളം മൊത്തം എല്ലാ 8 കാര്യം മനസ്സിലാക്കുക. മൊത്തം സിസ്റ്റത്തിന്റെ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓരോന്നിന്റെ ആക്സലറേഷനും സിസ്റ്റത്തിന്റെ ആക്സലറേഷനും സെയിം ആയിരിക്കും. അപ്പൊ ഓരോന്നിന്റെയും ടെൻഷൻ ആണ് മാറ്റം വരിക, മാസ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട്. ഇപ്പൊ ഇവിടെ മാസ് ഇൻറ്റു ആക്സലറേഷൻ ചെയ്ത് ഇവിടുത്തെ ടെൻഷൻ കിട്ടും. ഇവിടുത്തെ 2 മാസം ആഡ് ചെയ്തിട്ട് ടെൻഷൻ ചെയ്ത് ഇവിടുത്തെ ടെൻഷൻ കിട്ടും. ഈ 3 മാസം ആഡ് ചെയ്താൽ എത്രയും 35 into 4 150. ഇവിടുത്തെ ടെൻഷൻ തന്നെയാണ് മൊത്തം എക്സെർട്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് 140. ഇതാണ് കണക്റ്റഡ് സിസ്റ്റത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനൊക്കെ വരുന്നത്. അപ്പൊ നമ്മുടെ ഈ ഫോക്കസ് ഏരിയയിൽ അടുത്ത് വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. കൺസർവേഷൻ ഓഫ് മൊമെന്റം അത് കഴിഞ്ഞതിന് ശേഷം അത് ഫ്രിക്ഷനിലേക്ക് കടക്കുന്നത്. കൺസർവേഷൻ ഓഫ് മൊമെന്റം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതിന് റീകോയിൽ വെലോസിറ്റി മാത്രം ഒന്ന് പറയാം. പക്ഷേ ബാക്കിയൊന്നും അധികം ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇല്ല. പിന്നെ നമുക്ക് പുള്ളി സിസ്റ്റത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക. അതിനുശേഷം 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ലെങ്ത് കൂടും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? dp/dt is equal to 0 ആണോ കൺസർവേഷൻ ഓഫ് മൊമെന്റം? അല്ല, മൊമെന്റം എന്താണ്? മൊമെന്റം p. മൊമെന്റം neither be created, അത്രയേ ഉള്ളൂ കൺസർവേഷൻ ഓഫ് മൊമെന്റം. neither be created nor be destroyed. അത് നമ്മുടെ ഏത് കൺസർവേഷൻ എടുത്താലും neither be created nor be destroyed. ഏത് കൺസർവേഷൻ എടുത്താലും അതിലിങ്ങനെ എഴുതിയാൽ മൊമെന്റം neither be created nor be destroyed. ഇപ്പൊ കൺസർവേഷൻ ഓഫ് മാസ് ആണെങ്കിൽ മാസ് neither be created nor be destroyed. കൺസർവേഷൻ ഓഫ് എനർജി ആണെങ്കിൽ എനർജി neither be created nor be destroyed എന്ന് എഴുതിയാൽ കൺസർവേഷൻ ആയി. ഇനി ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് എന്ത്? ഇതിൽ നമ്മുടെ വർക്ക് എനർജി പവറിൽ കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ചിട്ടാണ് കൊളീഷൻസ് ഒക്കെ നമ്മൾ കൊളീഷൻസ് ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഈ കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ബേസിലാണ്. അപ്പൊ ഇതിൽ കൺസർവേഷൻ മൊമെന്റം വെച്ചിട്ട് നമുക്ക് റീകോയിൽ വെലോസിറ്റി മാത്രമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. നോക്കാം. അതായത് ഒരു ഗണ്ണൊന്നും ശരിയൊന്നാവില്ല, നല്ലൊരു ഗൺ തന്നെയാണ് ഇത്. ഗണ്ണ് ഇതിന്റെ ഇങ്ങനെ പിടിക്കുന്ന സാധനം. പിന്നെ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട്, ഉണ്ട പോകുന്നുണ്ട്. ഓക്കെ, ഉണ്ട പോകുന്നതിന് മുന്നേ ഉണ്ട ഇതിനുള്ളിലുള്ളത്. അപ്പൊ ഉണ്ടക്ക് വെലോസിറ്റി ഉണ്ടോ? ഓക്കെ, ഉണ്ടന്റെ മാസ് mu. ഉണ്ട mu ഉണ്ടന്റെ മാസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബുള്ളറ്റ് ആയിട്ട് എടുക്കാം. MB ബുള്ളറ്റ്. മാസ് ഓഫ് ബുള്ളറ്റ്. മാസ് ഓഫ് ബുള്ളറ്റ് എന്ന് പറയുന്നത് ഒരു 100 ഗ്രാം എടുത്തു. 100 ഗ്രാമിൽ 0.1 കിലോഗ്രാം.
കിലോഗ്രാം നമ്മൾ SI ഉണ്ട് എപ്പോ എന്ത് തന്നാലും SI ഉണ്ട് എന്ന് മാറ്റിയേക്കോ ടെൻഷൻ ഒക്കെ തീർന്നു. അപ്പൊ 100 gram equal to 0.1 kilogram. ഇനി മാസ് ഓഫ് ദ ഗൺ mg എഴുതാം. മാസ് ഓഫ് ദ ഗൺ mg ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര എഴുതാം? ഒരു 1 കിലോഗ്രാം. 1 കിലോഗ്രാം ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം. അത് സെയിം ആണ്. ഓക്കെ, മാസ് ഓഫ് ദ ഗണ്ണും മാസ് ഓഫ് ദ ബുള്ളറ്റും കിട്ടി. ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിലാണ് ബുള്ളറ്റ് പോവുക. ബുള്ളറ്റിന്റെ വെലോസിറ്റി വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ഇപ്പൊ 2000 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 2000 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്. 10 കൂടി 2000 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്. ഇനി വെലോസിറ്റി ഓഫ് ദ ഗൺ, വെലോസിറ്റി ഓഫ് ദ ഗൺ ബുള്ളറ്റിലെ ഗണ്ണത്തിന്റെ വെലോസിറ്റി നോക്കും. ഇവിടെയാണ് നമ്മുടെ കൺസർവേഷൻ ഓഫ് മൊമെന്റം വരുന്നത്. അതായത് ഇത് രണ്ടും വേറൊരു കണ്ടീഷൻ ഉണ്ട്. മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി ഇതില് v2b എഴുതാം. അതായത് v'b ഇത് v'g എഴുതാം. അപ്പൊ ഡാഷ് എഴുതുമ്പോ അതിൽ ഡാഷ് അല്ലാത്തൊരു കാര്യം കൂടി വേണം. ദാറ്റ് ഈസ് vb v0b. അതായത് ഇനീഷ്യൽ കണ്ടീഷനിൽ ബുള്ളറ്റ് അതിന്റെ ഉള്ളിലുള്ള വെലോസിറ്റി 0, vg0 അതായത് ഗൺ വരണമെന്നില്ല. അപ്പൊ അതിന്റെ വെലോസിറ്റി 0. അപ്പൊ ഇനീഷ്യൽ കണ്ടീഷനിൽ ഈ ടോട്ടൽ സിസ്റ്റത്തിന്റെ മൊമെന്റ് എത്ര? p0 ദാറ്റ് ഈസ് ഈക്വൽ ടു mb into v അല്ല mb മാസ് എപ്പോൾ കോൺസ്റ്റന്റ് ആയിരിക്കില്ല. mb into v0b ദാറ്റ് ഈസ് ഈക്വൽ ടു 0. mb എത്രയായാലും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 പ്ലസ് mg into v0g അതും 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എന്താണ്? ഇനീഷ്യൽ മൊമെന്റം 0 ആണ്. അതാണ് ഞാൻ പറഞ്ഞ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ച് ഇനീഷ്യൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം, അതായത് ബുള്ളറ്റും ഗണ്ണുള്ള ഈ സിസ്റ്റത്തിന്റെ മൊമെന്റം 0 ആണെങ്കിൽ ഇതിന്റെ ഫൈനൽ മൊമെന്റവും എന്ത് തന്നെയാവണം? 0 തന്നെയാവണം. ഇതിന്റെ ഫൈനൽ മൊമെന്റവും 0 തന്നെയാവണം. ഫൈനൽ മൊമെന്റം 0 ആവണമെങ്കിൽ നമ്മൾ നോക്കാം. ഇപ്പൊ v'b 2000 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഒരു mb ഉണ്ട്. അപ്പൊ എന്തായാലും ഫൈനൽ മൊമെന്റത്തിൽ ഈ ബുള്ളറ്റ് ഒരു മൊമെന്റം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ബുള്ളറ്റ് ഈ mb-നെ v'b കൊണ്ട് ഗുണിച്ച ഒരു മൊമെന്റം ബുള്ളറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ മൊമെന്റം ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ, ഞാൻ ഇങ്ങനെയാണ് ബുള്ളറ്റ് വിടുന്നതെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മുന്നോട്ടാണ് ആ മൊമെന്റം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ബുള്ളറ്റ് അല്ല ഈ ഗണ്ണ് പിറകിലേക്ക് വരുമ്പോ ഈ ഗണ്ണ്, അതായത് ഗണ്ണ് വിടുമ്പോ തന്നെ ഒരു റീകോയിൽ, നമ്മൾ പബ്ജിയിൽ കളിക്കുന്ന പിള്ളേർക്കറിയാം. അപ്പൊ റീകോയിൽ സ്പീഡ് ഉണ്ടാവും. അതായത് പിറകിലേക്ക് വരും കുറച്ച്. ഗണ്ണ് പിറകിലേക്ക് വരും. അതായത് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ ബുള്ളറ്റ് മൂവ് ചെയ്യുമ്പോൾ ഗണ്ണ് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ ബാക്കിലേക്ക് വരും. എന്നാലും മാത്രം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മൊമെന്റം കൺസർവ്ഡ് ആക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു വെലോസിറ്റിയിൽ ഇത്ര മാസുള്ള ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ അതൊരു മൊമെന്റം ഉണ്ടാക്കുന്നുണ്ട്. ആ ഉണ്ടാക്കുന്ന മൊമെന്റത്തെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഈ ബുള്ളറ്റുള്ള ഗണ്ണ് പിറകിലേക്ക് വരും. അതായത് ഗണ്ണ് പിറകിലേക്ക് വരുന്ന ആ വെലോസിറ്റിയും ഗണ്ണിന്റെ മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് പോകുന്ന, അതായത് ബുള്ളറ്റ് പോകുന്ന മാസിനെയും ബുള്ളറ്റിന്റെ മാസിനെയും ബുള്ളറ്റിൽ പോകുന്ന വെലോസിറ്റിയും മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആയാലും മാത്രമേ ഇത് രണ്ടും കൂടി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് ക്യാൻസൽ ആയിട്ട് ലാസ്റ്റ് ഫൈനൽ മൊമെന്റ് എന്താക്കാൻ വേണ്ടി പറ്റുള്ളൂ? 0 ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് നോക്ക്. അപ്പൊ ഇനിയിപ്പം ബുള്ളറ്റ് പോയി, ബുള്ളറ്റ് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി, അത് 2000 മീറ്റർ പെർ സെക്കൻഡിൽ പോയി. അപ്പൊ ഗണ്ണ് എന്ത് ചെയ്യും? ഒരു v'g എന്ന് പറയുന്ന വെലോസിറ്റിയിൽ പിറകോട്ട് റീകോയിൽ ചെയ്ത് പിറകോട്ട് വരും. അന്നേരം അതിനുണ്ടാകുന്ന വെലോസിറ്റി ഒന്നും ആലോചിക്കണം. ഒന്നും ആലോചിക്കുന്നില്ല. നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ച് മാത്രം നോക്കാം. p0 അതായത് ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം 0. ഓക്കെ, ഇനി ടോട്ടൽ ഈ ഫൈനൽ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം കണ്ടുപിടിക്കാൻ, അതായത് p' ആണ് കണ്ടുപിടിക്കുന്നത്. p' ദാറ്റ് ഈസ് ഈക്വൽ ടു p' അല്ല, ഫസ്റ്റ് mb into v'b പ്ലസ് mg into v'g. ഈ p' എത്രയായിരിക്കണം? ഇനീഷ്യൽ മൊമെന്റം 0, ഇപ്പൊ ഫൈനൽ മൊമെന്റം എന്തായിരിക്കണം? 0. അപ്പൊ ഇതെന്താണ്? 0 അല്ലെ? ഇനി നോക്ക്, ഇത് ഇനീഷ്യൽ ആവശ്യമില്ലല്ലോ. ഇനീഷ്യൽ മൊമെന്റ് 0 ആണ്, ഫൈനൽ മൊമെന്റ് 0 ആയിരിക്കും. മനസ്സിലായി? അതായത് 0 ഈക്വൽ ടു mb v'b പ്ലസ് mg v'g. നമുക്ക് മുകളിൽ ആരോ വീഡിയോ ഒന്ന് അറിയുന്നത് നോക്കാം. mb v'b പ്ലസ് mg v'g. ഓക്കെ, v'b നമ്മൾ ഒരു പോസിറ്റീവ് ഡയറക്ഷനിലാണ് എടുക്കുന്നതെങ്കിൽ v', അതായത് ഇത് മുന്നോട്ടാണെങ്കിൽ ഈ ഗണ്ണ് വരുന്നത് പിറകോട്ടല്ല,
ബുള്ളറ്റ് മുന്നോട്ട് പോയാൽ ഗണ്ണ് പിറകോട്ടാണ്. അപ്പൊ V'B നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്താൽ V'G നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ ഇത് എന്ത് വരും, നെഗറ്റീവ് വരും. അപ്പൊ ഇതിന്റെ ഇപ്പുറത്തേക്ക് വരും. അതായത് mg V'G ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ മൈനസ് ഇപ്പുറത്തേക്ക് പോസിറ്റീവ്, മറ്റേത് അങ്ങനെ mb VB മാസ് ഓഫ് ദ ബുള്ളറ്റ് ഇൻടു ഇത് ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്. ഇതൊന്ന് ജസ്റ്റ് മുകളിലേക്ക് എഴുതിയിട്ടുണ്ട്. mb V'B is equal to mg V'G. ഓക്കെ, നമുക്ക് V'G ആണ് ഇതിൽ അറിയാത്തത്. അപ്പൊ V'G മാത്രം നമ്മൾ ഇവിടെ വെക്കുന്നു. ദാറ്റ് ഈസ് mb V'B ഡിവൈഡഡ് ബൈ mg എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തുന്നു. ഓക്കെ, ഇനി ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കുക. അതായത് റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ ബുള്ളറ്റ് ഇൻടു വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ ഗൺ. നമ്മൾ ജസ്റ്റ് ആ ഒരു വാല്യൂസ് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ, അതായത് VG അല്ലെങ്കിൽ V'G എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്താണ്, mb എത്രയാണ് 0.1 കിലോഗ്രാം. എന്താണ് V'B 2000 മീറ്റർ പെർ സെക്കൻഡ് ഇൻടു 2000 എന്താണ് mg 1 കിലോഗ്രാം ദാറ്റ് ഈസ് ഈക്വൽ ടു 200 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അതിന്റെ വെലോസിറ്റി ഉണ്ടാവുക. റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ 200 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും എന്നുള്ളതാണ് ആ ഒരു കൺസെപ്റ്റുവൽ ആയിട്ട് ആ സാധനം മനസ്സിലായാലും വിചാരിക്കും. അപ്പൊ ഇനി നമുക്ക് പുള്ളി നമ്മൾ പറയാണ്ടി പോകുന്നത് പുള്ളി സിസ്റ്റത്തിനെ കുറിച്ചാണ്. പുള്ളി സിസ്റ്റം എന്ന് പറയുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം, അതൊക്കെ നമ്മളുടെ ഇൻട്രസ്റ്റ് ടോപ്പിക്സ് ആണ്. ജസ്റ്റ് നോക്കും. അതായത് ഒരു പുള്ളി, അതായത് കപ്പിയിൽ 2 വെയിറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതെത്രയാണ്, m1 ആണ്, അതായത് 10 കിലോഗ്രാം ആണെന്ന് വിചാരിക്കും. ഇത് m2 ആണ്, അതായത് 15 കിലോഗ്രാം ആണെന്ന് വിചാരിക്കും. നമ്മൾ ജസ്റ്റ് നോക്കാം എന്താണ് ഒരു ടെൻഷൻ എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ മറ്റേ ഇത് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ത്രെഡ് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് ടെൻഷൻ. ഇവിടെ ഉണ്ടാകുന്ന ടെൻഷൻ T മുകളിലേക്കായിരിക്കും, ഇവിടെ ഉണ്ടാകുന്ന ടെൻഷൻ T മുകളിലേക്കായിരിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഈ 2 ടെൻഷനും ഈക്വൽ ആയിരിക്കും. അത് നോക്കാം. നമ്മളിപ്പോ 2 ബോഡി, m1 എന്ന് പറയുന്ന ബോഡി, ഇത് m2 എന്ന് പറയുന്ന ഒരു ബോഡി, ഇതിന് ത്രെഡ് വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്ന ടെൻഷനും ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്ന ടെൻഷനും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് ടെൻഷൻ. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ. അപ്പൊ ടെൻഷൻ ഈക്വൽ ആയിരിക്കും. ഇനി അഥവാ നമ്മൾ ഇവിടെ ഒരു ബോഡി, മറ്റൊരു m3 എന്ന് പറയുന്ന ഒരു ബോഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ടെൻഷൻ T1 ആയിരിക്കും, ഇവിടെ ഉണ്ടാകുന്ന ടെൻഷൻ T2 ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ ത്രെഡിന്റെ 2 എൻഡിലുള്ള ടെൻഷൻ ഈക്വൽ ആയിരിക്കും. അതായത് ഇത് T1 ആയിരിക്കും, ഇതും T1 ആയിരിക്കും, ഇത് T2 ആയിരിക്കും, ഇതും T2 ആയിരിക്കും. മനസ്സിലായോ? അതായത് നമ്മൾ ഇങ്ങനെ ഒരു ബോഡി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വരെ ഇതിന്റെ മൊത്തം, അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ മൊത്തം ഇതിന്റെ ടെൻഷൻ എന്തായിരുന്നു, T1 ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ബോഡി ഇതിലേക്ക് വരുന്നില്ല എങ്കിൽ ഒരു ത്രെഡ് ത്രൂ ഔട്ട് ടെൻഷൻ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതേ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ കുറെ മാസസ് ഒരുമിച്ച് വലിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മൊത്തം സിസ്റ്റത്തിന്റെ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഇതിന് വരിക. അതായത് ടെൻഷൻ, ഇവിടുത്തെ ടെൻഷനും ഇവിടുത്തെ ടെൻഷനും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇതിനുണ്ടാകുന്ന ആക്സലറേഷൻ തന്നെയാണ് ഇതിനുണ്ടാവുന്നത്. അതായത് ഒരുമിച്ച് വെക്കും. നോക്കാം ഇനി ഈ ഒരു ബോഡിയെ സംബന്ധിച്ച് അതിന് മറ്റൊരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഒരു കപ്പിയിൽ ഇവിടെ നല്ല വെയിറ്റ് ഉള്ള സാധനം വെച്ചു, രണ്ടും വിടുന്നില്ല, രണ്ട് ഒരു 15 കിലോ ഇവിടെ വെച്ചു, 10 കിലോ ഈ കൈകളും പിടിച്ചിട്ടുള്ളത്, 2 കൈകളും നടക്കില്ല. ഇവിടെ ഒരു കപ്പിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, 2 ഈക്വൽ ലെങ്ത്തിൽ ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ 2 ഒരുമിച്ച് അങ്ങ് വിടുന്നു. അപ്പോൾ വെയിറ്റ് ഉള്ള സാധനം താഴേക്ക് ഒരു ആക്സലറേഷനിൽ പോകും, വെയിറ്റ് കുറഞ്ഞ സാധനം മുകളിലേക്ക് അതേ ആക്സലറേഷനിൽ പോകും. അങ്ങനെ സംഭവിക്കാം. 2 കപ്പി ഒന്ന് താഴേക്ക് വരും, ഒന്ന് മുകളിലേക്ക് പോലെ ചെയ്യാം. വെയിറ്റ് കൂടിയ താഴേക്ക് വരും, വെയിറ്റ് കുറഞ്ഞ മുകളിലേക്ക് പോകും. അപ്പൊ ഇതിന്റെ ആക്സലറേഷൻ എങ്ങോട്ടാണ് ഉണ്ടാവുക, മുകളിലേക്ക് m1. ഇതിന്റെ ആക്സലറേഷൻ എങ്ങോട്ടാണ് ഉണ്ടാവുക, താഴേക്ക് m1. ഇത് m2. ഈ m1 എത്ര ഉണ്ടെന്നാണ് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെയാണ് ഇത് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് പഠിക്കട്ടു. നോക്കാം. അപ്പൊ താഴേക്ക് എന്തുണ്ട്, ഒരു m1g ഉണ്ട്. അപ്പൊ T ആണ് ഈ m1 ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ടെൻഷൻ, മോളിലേക്ക് ഒരു ടെൻഷൻ, അതായത് ഒരു സാധനം, ഈ സാധനത്തിന് ഞാൻ 100 ന്യൂട്ടൺ മുകളിലേക്ക് വലിക്കുന്നു. 100 ന്യൂട്ടൺ മുകളിലേക്ക് വലിക്കുന്നു. അപ്പൊ താഴേക്ക് ഒരു 80 ന്യൂട്ടൺ ഉണ്ട്. പിന്നെ മുകളിലേക്ക് കിട്ടുന്ന ലാസ്റ്റ് നെറ്റ് എത്രയായിരിക്കും, 20 ന്യൂട്ടൺ. 50 ന്യൂട്ടൺ എങ്ങനെ കിട്ടുക, മുകളിലേക്ക് കിട്ടുന്ന 100, മുകളിലേക്ക് നമ്മൾ വലിക്കുന്ന 100 ന്യൂട്ടൺ മൈനസ് താഴേക്ക് വലിക്കുന്ന 80 ന്യൂട്ടൺ അല്ലേ, മൊത്തം 20 ന്യൂട്ടൺ വരിക. അപ്പൊ T മൈനസ് താഴേക്ക് വലിക്കുന്ന m1g ഈസ് ഈക്വൽ ടു മുകളിലേക്ക് നമുക്ക് നെറ്റ് കിട്ടുന്ന m1a.
ഓക്കെ, ഇനി ഇത് നോക്ക്. ഇതിൽ നമ്മൾ താഴേക്ക് വലിക്കുന്ന M2G അല്ലേ വലുത്, എന്നുവെച്ചാൽ താഴേക്കല്ലേ നെറ്റ് ഉണ്ടാകുന്നത്. അതായത് താഴേക്ക് ഒരു 100 ന്യൂട്ടൺ വലിക്കുന്നു, മുകളിലേക്ക് ഞാനൊരു 40 ന്യൂട്ടൺ ഇങ്ങനെ പിടിച്ചു വെക്കുന്നു. അപ്പൊ താഴേക്ക് നെറ്റ് ഉണ്ടാകുന്ന എത്രയാ? 100 മൈനസ് 40 ഈക്വൽ ടു 60 ആണ് താഴേക്ക് ഉണ്ടാവും. അപ്പൊ 100 എത്രയാണ്? M2G ഇത് M1 M2 ശ്രദ്ധിക്കണേ. M2G മൈനസ് മുകളിലേക്ക് നമ്മൾ വയ്ക്കുന്ന ടെൻഷൻ T സെയിം തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു M2A. എന്നുവെച്ചാൽ താഴേക്കല്ലേ നെറ്റ് ഉണ്ടാകുന്നേ. അപ്പൊ ആ കാര്യം മാത്രം നോക്കാം. ഇനി ഈ ടിക്ക് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. T is equal to M1 അപ്പുറത്തേക്ക് പോവാം. അപ്പൊ T equal to M1 കോമൺ പുറത്തെടുത്താൽ ഈ മൈനസ് അങ്ങോട്ടേക്ക് പ്ലസ് ആവും. ദാറ്റ് ഈസ് A പ്ലസ് G. അപ്പുറത്തെടുത്തിട്ട് പുറത്തെടുക്കണം. M1A ആണ് ഓൾറെഡി ഉണ്ട്. ഈ മൈനസ് M1G അപ്പുറത്തേക്ക് പ്ലസ് M1G ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു M1 കോമൺ പുറത്തെടുത്താൽ A പ്ലസ് G. ഓക്കെ, ഈ ഇവിടുന്ന് ടിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കും. മൈനസ് ടി അങ്ങോട്ടേക്ക് പോവാ, M2 ഇങ്ങോട്ടേക്ക് വരിക. അപ്പൊ T is equal to M2G മൈനസ് M2A എന്നുവെച്ചാൽ പ്ലസ് M2A മൈനസ് M2A ആവും. ഇവിടുന്ന് M2 അവിടെ പുറത്തെടുത്താൽ G മൈനസ് A. രണ്ടും ടിക്കുള്ള ഇക്വേഷൻ ആണ്. T രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. M1A പ്ലസ് G is equal to M2 into G minus A. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി? ഇവിടെ നോക്ക്, G എന്താണ്? നോൺ ആണ്, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. M2 എന്താണ്? നോൺ ആണ്, 15 കിലോഗ്രാം. ഇവിടെ G എന്താണ്? അറിയുന്നതാണ്, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. M1 എന്താണ്? നോൺ ആണ്, 10 കിലോഗ്രാം. ഇവിടെ പിന്നെ A എന്നെ കിട്ടാത്തുള്ളൂ. ഈ ഒറ്റ ടേം കിട്ടാൻ വലിയ പണിയില്ല. നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ A എന്ന് പറയുന്ന ടേം, അതായത് ഇതിന്റെ ആക്സലറേഷൻ എത്രയാണ് കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ആക്സലറേഷൻ കിട്ടാൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് M1 എത്രയാണ്? 10 ഇൻറ്റു A എത്രയാണ്? അറിയില്ല, പ്ലസ് G എത്രയാണ്? 10. ദാറ്റ് ഈസ് ഈക്വൽ ടു M2 എത്രയാണ്? 15. G എത്രയാണ്? 10. A എത്രയാണ്? അറിയില്ല, മൈനസ് A. ഗുണിച്ചു നോക്ക്. 10A മൈനസ് അല്ല പ്ലസ് 100, 10 × 10 100 ഈസ് ഈക്വൽ ടു 15 × 10 150 മൈനസ് 15A. ഓക്കെ, ഇനി 15A ഇങ്ങോട്ടേക്ക് 10A പ്ലസ് 15A 25A. That is equal to 150 minus 100, that is equal to 50. So that is A is equal to 50/25 2 meter per second square. അപ്പോ ഈ പുള്ളിയിൽ ഉണ്ടാകുന്ന ആക്സലറേഷൻ എത്രയാണ് നമുക്ക് കിട്ടി? 2 meter per second square. അത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്തായി? ഇക്വേഷൻ, അതായത് ഇതാണ് ഈ ആക്സലറേഷൻ നന്നായി കണ്ടുപിടിക്കുക. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധനം കിട്ടിയാൽ ഇതിനകത്ത് ഇക്വേഷൻ ഉണ്ടാക്കുന്നത്? ഇതിന്റെ ഡയറക്ഷൻ വെച്ചിട്ടാണ് ഇക്വേഷൻ ഉണ്ടാക്കുക. ലാസ്റ്റ് എങ്ങനെയാണ് ആക്സലറേഷനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളൊരു കാര്യം അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പൊ ഇതാണ് പുള്ളി സിസ്റ്റം. ഇതൊക്കെ കണക്ട് മാസ് കണക്ട് ചെയ്ത സിസ്റ്റം, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. ഇനി നമുക്ക് ഈ ഫ്രിക്ഷൻ എന്താണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്, കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണ്, ഫ്രിക്ഷന് നമ്മൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേപോലെ നമ്മുടെ മാക്സിമം വെലോസിറ്റി സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന മാക്സിമം വെലോസിറ്റി എത്ര, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതേപോലെ ബാങ്ക്ഡ് റോഡിന്റെ കേസ് നമ്മൾ എക്സാം എഞ്ചിനീയറിംഗിന് വരുന്നതാണ്, എൻട്രൻസിന് വരുന്നതാണ്. ജസ്റ്റ് അതിന്റെ ഇക്വേഷൻസ് മാത്രം, അതായത് ഡെറിവ് ചെയ്യാതെ ബാങ്ക്ഡ് റോഡിന്റെ ഇക്വേഷൻ മാത്രമായി തരാം. അപ്പൊ അത്രയും കാര്യങ്ങളാകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, 10 ഉള്ള ഒരു ചാപ്റ്റർ. അപ്പൊ നമ്മൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് പഠിക്കാം. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പരമാവധി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ക്വസ്റ്റ്യൻസ് എടുക്കുക, എഴുതുക, പഠിക്കാം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.